നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ഒരു വഴിക്ക് പോകുമ്പോ പുറകിന്ന് വിളിക്കുന്ന അവന്മാർക്കൊന്നും അറിയാൻ പാടില്ലേ? ഇത് ഞങ്ങളാ കൂട്ടുകാരെ, നിങ്ങൾ എന്ത് പോക്കായി പോകുന്നത്? ഞങ്ങളും ഉണ്ടെന്നേ. അത് ശരി, അതിനാണോ ഇങ്ങനെ വിളിച്ചു കൂവിയത്? ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ, അപ്പോഴാണ് അവന്റെ പുറകിൽ നിന്നുള്ളൊരു വിളി. ചോര കുടിക്കാനുള്ള ഓട്ടമല്ലേ? അതെ, ഞങ്ങളും അതിന് തന്നെ ഇറങ്ങിയതാണ് മാഷേ. നിങ്ങളും അതിനല്ലേ പരക്കം പായിരുന്നത്? അല്ല, നിങ്ങൾ ആ ചിക്കൻ കുനിയുടെ ആൾക്കാരല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? നമ്മൾ ഏത് ഗ്രൂപ്പായാലും എന്താ കൂട്ടുകാരെ, നമുക്ക് വേണ്ടത് ചോറയല്ലേ, മനുഷ്യന്റെ ചോര. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. വെറുതെ നിന്ന് സമയം കളയാതെ നമുക്ക് പോകാൻ നോക്കാം. നീന്ന് കൊറേ കുടിക്കും. ഇന്നലെ ആർത്തി മൂത്ത് ഒരാളെ പോയി കുത്തിയതാ, കൊമ്പ് പകുതി വെച്ചോട്ടിഞ്ഞു പോയി. വല്ല കഠിന ഹൃദയക്കാരനെയുമായിരിക്കും. അപാര തൊലിക്കട്ടിയാണല്ലോ അവർക്ക്. പോവാം, എന്തായാലും വാ. മോനെ തക്കുടു മോനെ, തലവേദന എങ്ങനെയുണ്ട് മോനെ? കുറവുണ്ടോ? കുറവൊന്നും ഇല്ല അമ്മച്ചി, ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അത് മാത്രല്ല, കൈയും കാലും ഒക്കെ വേദന എടുക്കുന്നുണ്ട്. ആണോ? അമ്മച്ചി ഒന്ന് നോക്കട്ടെ. അയ്യോ, പൊള്ളുന്ന പോലത്തെ ചൂടാണല്ലോ. പനി പിന്നെയും കൂടിയോ? എന്റെ കർത്താവേ, എന്റെ കൊച്ചിനൊന്നും വരുത്തില്ലേ? എന്റെ അമ്മച്ചി, എനിക്കിനി എപ്പോഴാ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റണേ? മോനിപ്പ അതൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചതല്ലേ. അമ്മച്ചി ഇത്തിരി കഞ്ഞി ഉണ്ടാക്കാം, അതും കുടിച്ച് മരുന്നും കഴിക്ക്, എല്ലാം അങ്ങ് മാറിക്കോളും. ആഹാ, എന്നോടാണോ കളി? എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഇങ്ങനെയുണ്ടോ കൊതുകുകളുടെ ശല്യം?
തോക്കടിപ്പിച്ചല്ലേ നമ്മുടെ ആൾക്കാരെ കൊല്ലുന്നത്. അതെ, നിങ്ങൾ ഇതെന്തെടുക്കുക? തക്കടുവിന് പനി പിന്നെയും കൂടി. ആ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു മാറ്റമില്ലേ? ഇല്ലെന്നേ, ഞാനിപ്പൊ തൊട്ടു നോക്കി. പൊള്ളുന്ന ചൂടാ. കുറയോന്ന് ഒന്നുകൂടി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോവാം. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? എനിക്കാണെ പേടിയാവുന്നു. ഇപ്പോഴത്തെ പനിന്നൊക്കെ പറഞ്ഞാ. ഓ, നീ ഇങ്ങനെ പേടിക്കാതെ. ഞാൻ ദാ വരണു. ഈ കൊതുകിനെ ഒന്ന് കൊല്ലട്ടെ ആദ്യം. കൊതുക് കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മളിപ്പോ നേരെ ഹോസ്പിറ്റലിലേക്കാ പോകുന്നേ. അതെ, നമ്മൾ നേരെ അവിടെ ചെന്ന് തക്കടുവിനെ കാണും. എന്നിട്ട് നേരെ സ്കൂളിലേക്ക് പോവാം. അവൻ ഇന്നലെ പനി കൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്ന് കേട്ടപ്പോൾ തുടങ്ങിയ ടെൻഷനാ എനിക്ക്. ഇതുവരെ മാറിയിട്ടില്ല. ടെൻഷൻ നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഉണ്ട്. പാവം തക്കടു. ആ മക്കളെ, നിങ്ങളിന്ന് സ്കൂളിൽ പോയില്ലേ? സ്കൂളിലേക്ക് പോവാൻ സമയാവുന്നല്ലേ ഉള്ളൂ. തക്കടുവിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് തക്കടുവിന്? പനി കുറവുണ്ടോ? കുറവായിട്ടൊന്നുമില്ല. ഡെങ്കിപ്പനിയാണെന്നാ ഡോക്ടർ പറഞ്ഞ് മരുന്ന് കൊടുക്കുന്നുണ്ട്. അയ്യോ, ഡെങ്കിപ്പനിയോ? എന്റെ കർത്താവേ, എന്തായി കേക്കണേ? അതേ കൂട്ടുകാരെ, എനിക്ക് തീരെ വയ്യ. എത്ര ദിവസം ഇങ്ങനെ കിടക്കേണ്ടി വരുന്നു എനിക്ക് അറിയാൻ മേല. നിങ്ങൾ എല്ലാരും കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്റെ അസുഖം മാറാൻ. തീർച്ചയായും പ്രാർത്ഥിക്കാം തക്കടു. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും തക്കടുവിന്റെ അസുഖം പെട്ടെന്ന് മാറാൻ. സന്തോഷായി കൂട്ടുകാരെ, എന്തായാലും നിങ്ങൾ എല്ലാരും വന്നല്ലോ. അത് തന്നെ വലിയൊരു ആശ്വാസ. അതെ അതെ, തക്കുടെ ഇപ്പൊ വേറെ ഒന്നും ചിന്തിക്കണ്ട. നല്ലോണം വിശ്രമിക്ക്. ഞങ്ങളിപ്പോ സ്കൂളിലേക്ക് പോവാ. പിന്നെ വരാട്ടോ. എന്തിനാ തക്കടു അങ്ങനെയൊക്കെ ചിന്തിക്കണേ? ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയല്ലേ എപ്പോഴും. പപ്പയും മമ്മിയും സമാധാനായിട്ടിരിക്കെ. അസുഖമൊക്കെ പെട്ടെന്ന് മാറിക്കോളും. ഞങ്ങളിപ്പോ പോട്ടെ. ഓക്കെ? ശരി മക്കളെ. കൂട്ടുകാരെ, നമ്മളുടെ തക്കടുവിന് ഡെങ്കിപ്പനി എന്ന് കേട്ടത് മുതൽ എനിക്ക് എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. അത് ഞങ്ങൾക്കും ഉണ്ട്. നീ വിഷമിക്കാതിരിക്കെ. നമ്മുടെ തക്കുടു പെട്ടെന്ന് സുഖം പ്രാപിക്കും. അതല്ല കൂട്ടുകാരെ, ഡെങ്കിപ്പനി വന്ന് 2-3 ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചില്ലേ? അതാ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അത് ശരിയാണല്ലോ. എന്റെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ തക്കടുവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ. ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം. ഹായ് മാലാഖമാരെ. ഹായ് കൂട്ടുകാരെ. ഞങ്ങൾ ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്കാ നിങ്ങളെ ഓർത്തത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മാലാഖമാരെ, ഞങ്ങളുടെ തക്കുടുവിന് ഡെങ്കിപ്പനിയാ. ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. അവന്റെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല മാലാഖമാരെ. ഞങ്ങൾക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകും. നിങ്ങളെ സമാധാനിപ്പിക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഈ ഡെങ്കിപ്പനി എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന്? കൊതുക് കടിച്ചിട്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ, കൊതുകുകൾ തന്നെയാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഡെങ്കിപ്പനി മാത്രമല്ല, ചിക്കൻ ഗുനിയ, മലേറിയ എന്നിങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾക്ക് പിന്നിലും കൊതുകുകൾ തന്നെയാണ്. അപ്പൊ കൊതുകുകൾ ശരിക്കും ഭീകരജീവികൾ തന്നെയാണല്ലേ? അതിലെന്താ ഇത്ര സംശയം? ഡെങ്കിപ്പനി പോലെയുള്ള മാരക രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ തീർച്ചയായും ഉപദ്രവകാരികൾ തന്നെയല്ലേ? അതുമാത്രമല്ല, മനുഷ്യന്റെ ശ്രദ്ധക്കുറവാണ് കൊതുകുകൾ ഇങ്ങനെ പെരുകാനുള്ള കാരണം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമല്ലോ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റുമാണെന്ന്. ആഹാ, ശരിയാണല്ലേ? അപ്പോൾ എന്താ വേണ്ടത്? അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കണം. വീട്ടിൽ നിന്ന് കുപ്പികൾ, ചിരട്ട, ഐസ്ക്രീം കപ്പുകൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ ഒന്നും പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. കാരണം മഴ പെയ്യുമ്പോൾ അതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. അതുപോലെ തന്നെ വീട്ടിൽ ജലം ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങളെല്ലാം നല്ലവണ്ണം മൂടി വെക്കണം. കിണറുകൾ കൊതുകുവലയിട്ട് മൂടണം. കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാനുള്ള ഒരു അവസരവും നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. മാലാഖമാരെ, നിങ്ങൾ പറഞ്ഞു തന്നതെല്ലാം വളരെ നല്ല അറിവുകളാണ്. ഇത് ഞങ്ങൾ നടത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും. ഞങ്ങളുടെ കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറയുകയും ചെയ്യും. തീർച്ചയായും ചെയ്യണം കൂട്ടുകാരെ. പ്രതിരോധമാണ് ഏറ്റവും നല്ല മരുന്ന്. കൊതുകുകളെ അവയുടെ ഉറവിടങ്ങളിൽ നിന്ന് തന്നെ നശിപ്പിക്കാനായാൽ ഒത്തിരി അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാനാകും.
പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ തക്കുടുവിന് ഡെങ്കിപ്പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞു ടീച്ചർ, ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടാ വരുന്നേ. വെരി ഗുഡ്. തക്കുടു എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആട്ടെ, ഈ ഡെങ്കിപ്പനി എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാം ടീച്ചർ, കൊതുകുകൾ വഴിയാണ് ഡെങ്കിപ്പനി പകരുന്നത്. യെസ്, കൊതുകാണ് അപ്പൊ വില്ലൻ. ഈ വില്ലന്മാരെ തുരത്തിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ കൊതുകുകളെ തുരത്തേണ്ടതെന്നും അവയെ ഇല്ലായ്മ ചെയ്യേണ്ടതെന്നും ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയാം ടീച്ചർ. പറയൂ. കൊതുകുകളെ അവയുടെ ഉറവിടത്തിൽ വെച്ച് നശിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാനുള്ള യാതൊരു സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുത്തുകൂടാ. വെരി ഗുഡ് ബെറ്റി, വെരി ഗുഡ്. കൊതുകുകൾ മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. അപ്പോ നമ്മൾ ഒരിടത്തും വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിച്ചുകൂടാ. വ്യക്തി ശുചിത്വം പോലെ തന്നെ പരമപ്രധാനമാണ് പരിസര ശുചിത്വവും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. കൊതുക് നിർമ്മാർജ്ജനത്തിലൂടെ മാത്രമേ നമുക്ക് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ പോലുള്ള രോഗങ്ങളെ ചെറുക്കാൻ കഴിയൂ. തക്കുടുവിന് ഡെങ്കിപ്പനി വന്നത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്. ഇനിയും നമ്മൾ കൊതുകുകളെ ഉന്മൂലനം ചെയ്യാൻ വൈകിയാൽ ഇതുപോലെ പലർക്കും ഡെങ്കിപ്പനിയും മറ്റും പിടിപെടാൻ ചാൻസ് ഉണ്ട്. ഇല്ല ടീച്ചർ, അതിനു മുമ്പ് നമ്മൾ എല്ലാരും ഒറ്റക്കെട്ടായി കൊതുകുകളെ എല്ലാം നശിപ്പിക്കും. അതിനുവേണ്ടിയായിരിക്കും ഇനിയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. വെരി ഗുഡ്. ഹായ് കൂട്ടുകാരെ. നീ എന്താ പരിപാടി? ഇപ്പോഴും ക്ലീനിങ്ങിലാണോ? അങ്ങനെയൊന്നുമില്ല, പരിസരത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാ. എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നറിയാനാ. ഇന്നലെ ഞാനും അച്ഛനും അമ്മയും എല്ലാരും ഇറങ്ങി പരിസരം ഒന്ന് വൃത്തിയാക്കിയതാ. ഞങ്ങളുടെ വീട്ടിലും അതന്നെ സ്ഥിതി. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് കൊതുകുകൾ ഒരിക്കലും പെരുകാൻ പാടില്ല. വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കി. നമ്മൾ മാത്രമല്ല, നമ്മുടെ സ്കൂളിലെ എല്ലാ കൂട്ടുകാരും വളരെ ആക്റ്റീവാ. കൊതുക് നശീകരണമാണ് ഇപ്പൊ എല്ലാവരുടെയും പരിപാടി. സ്കൂള് മാത്രമല്ലല്ലോ, നാടും ഉണർന്നില്ലേ. മഴ പെയ്തു തുടങ്ങിയതിനു ശേഷം എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ കൂടിയിട്ടുണ്ട്. ആളുകൾ ആ വെള്ളക്കെട്ടുകളെല്ലാം ഒഴിവാക്കി എല്ലായിടം വൃത്തിയാക്കുന്നുമുണ്ട്. എന്തായാലും ഇത് നല്ലൊരു തുടക്കമായിരിക്കട്ടെ. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് അസുഖങ്ങളില്ലാത്ത നല്ല ആരോഗ്യമുള്ള ജീവിതമാണ്. എല്ലാവരും ഒരുമിച്ച് കൊതുക് നിർമ്മാർജ്ജനത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഇത്തരം അസുഖങ്ങളൊക്കെ വേരോടെ പിഴുതെറിയാൻ പറ്റുമെന്നാ എനിക്ക് തോന്നുന്നേ. അതല്ലേ ഞാൻ മുമ്പ് പറഞ്ഞത്, നാട് മൊത്തം ഉണർന്നു കഴിഞ്ഞുവെന്ന്. നമ്മുടെ പഞ്ചായത്ത് പോലും കൊതുകുകളെ തുരത്താനുള്ള പല പരിപാടികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ നാട്ടിൽ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നീ മാരകവ്യാധികൾ പിടിപെട്ട വിവരം നിങ്ങൾ അറിയുമല്ലോ. നമ്മുടെ നിത്യശത്രുക്കളായ കൊതുകുകളാണ് ഈ രോഗങ്ങളെല്ലാം പരത്തുന്നത്. ആയതിനാൽ ഈ അസുഖങ്ങൾ ഇനി ആർക്കും വരാതിരിക്കാൻ കൊതുകുകളെ അവരുടെ കുടുംബത്തോടെ നശിപ്പിക്കേണ്ടത് അത്യാവശ്യവും അത്യന്താപേക്ഷിതവുമാണ്. നമ്മുടെ നാട്ടിൽ ഇനി ഒരു കൊതുകുകളും പെറ്റുപെരുകാൻ അനുവദിച്ചുകൂടാ. നമ്മുടെ പഞ്ചായത്ത് അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് അതിന്റെ ആദ്യപടിയായി കൊതുകുകളെ തുരത്താൻ വേണ്ട ഫോഗിംഗ് വണ്ടി ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ വന്നുകൊണ്ടിരിക്കുക. കൊതുകുകളെ നിങ്ങൾക്കിനി രക്ഷയില്ല. മോനെ, സൂക്ഷിച്ചു പോണം കേട്ടോ. ആ അമ്മേ, സൂക്ഷിച്ചു പോയിക്കോളാം. ടാറ്റാ. ടാറ്റ പപ്പ. ടാറ്റ അമ്മേ. എന്റെ കർത്താവേ, എത്ര ദിവസം കഴിഞ്ഞാ എന്റെ മോൻ സ്കൂളിലേക്ക് പോകുന്നത്.
എന്റെ കർത്താവിന്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാ അവനെ ഇങ്ങനെ ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടിയത്. ഹായ് തക്കുടു. ഹായ് കൂട്ടുകാരെ. നീ ഇന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇതുപോലൊരു പനി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. വല്ലാണ്ട് കഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്കറിയാം, ഇപ്പൊ നീ ശരിക്കും ഹെൽത്തി ആയില്ലേ? ആ, ഒരുവിധം ഇനി എന്തെങ്കിലും കാര്യമായിട്ട് തിന്ന് തടിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം. ഹമ്പടാ, അപ്പോഴും അവന് തീറ്റേന്റെ വിചാരം മാത്രമേ ഉള്ളൂ. ഒന്ന് പോടാ അവിടുന്ന്. തിന്നണ്ട സമയത്ത് തിന്നുക തന്നെ വേണം. അതാ എൻ്റെ ഒരു പോളിസി. അതൊക്കെ പോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഓരോ ദിവസം കാവൽ മാലാഖമാരോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വരികയും ചെയ്തു. മാലാഖമാർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഹായ് മാലാഖമാരെ. ഹായ് കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങ് പറന്നെത്തിയത്. ശരിക്കും അത് ദൈവം നടത്തിയ ഒരു പരീക്ഷണമാണെന്ന് കരുതിയാൽ മതി. അതെ അതെ, അതുകൊണ്ടാണല്ലോ എല്ലാവരും ഡെങ്കിപ്പനിയെ പറ്റി ബോധവാന്മാരായതും അത് പരത്തുന്ന കൊതുകുകളെ നശിപ്പിക്കാനായി ഇറങ്ങിത്തിരിച്ചതും. ശരിയാണ് മിഖായേലെ, ഞങ്ങളുടെ തക്കുടുവിന് ഡെങ്കിപ്പനി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതും കൊതുകുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതും. ഞാൻ ആശുപത്രിയിലായോണ്ട് കൊതുകുകൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് കൊതുകുകൾക്കെതിരെ പോരിടാൻ ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. വെരി ഗുഡ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, സമൂഹത്തിനും ഗുണം ചെയ്യും. വ്യക്തികളുടെ ആരോഗ്യമാണ് സമൂഹത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് എപ്പോഴും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ച് ആരോഗ്യമുള്ള സമൂഹത്തിനായി നിലകൊള്ളുക.